ഇന്ന് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ നമുക്ക് കാണാം. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ലേ ഔട്ട് ചെയ്തത് വെർണർ ഹെയ്സൻബർഗ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. 1927 അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടി 1932 ഈ ഒരു കണ്ടുപിടുത്തത്തിന്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച പ്രിൻസിപ്പിൾ ഓഫ് കോംപ്ലിമെൻറ്റേരിറ്റി എന്ന് പറയുന്ന ലോയുടെ ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലേഷനാണെന്ന് പറയാം. അതുപോലെ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ക്വാണ്ടം തിയറിയുടെ ഒരു സെൻട്രൽ ഫീച്ചറാണ് ഈ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി ഹൈസൻബർഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് കാണാം. ഇപ്പം ഒരു പാർട്ടിക്കിളിൻ്റെ പൊസിഷനും മൊമെൻറ്റവും എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാസ് ഇൻറ്റു വെലോസിറ്റി. പൊസിഷൻ എന്ന് പറഞ്ഞാൽ എക്സ് വൈ ഇസഡ് കോർഡിനേറ്റിന് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടെ നമ്മൾ ഒരു സൈമിൾട്ടേനിയസ് ആയിട്ട് മെഷർ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഈ എക്സ്പെരിമെൻറ്റ് പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നതനുസരിച്ച് ഓരോ എക്സ്പെരിമെൻറ്റ് ഓരോ പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പം ഈ എക്സിൻ്റെയും പിയുടെയും വാല്യൂ ഡിഫറെൻറ്റ് വാല്യൂസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സെയിം അല്ലാതാണ് നമുക്ക് കിട്ടുന്നത്. അത് ജനറലായിട്ട് നമുക്ക് പറയാൻ പറ്റും പൊസിഷനും മൊമെൻറ്റും ഒരു സ്പ്രെഡുണ്ട്, ഒരു മീൻ വാല്യൂവിന് സ്പ്രെഡ് ഉണ്ട് എന്ന് നമുക്ക് ഒരു സിംഗിൾ വാല്യൂ അല്ല, പക്ഷേ അതിന് ഒരു സ്പ്രെഡുള്ള ഒരു വാല്യൂ ആണ് അതെന്ന് നമുക്ക് കിട്ടും. അങ്ങനെ കിട്ടുന്ന ആ സ്പ്രെഡിനെ വിളിക്കുന്ന പേരാണ് അൺസർട്ടനിറ്റി ഇൻ ദ മെഷർമെൻറ്റ് ഓഫ് എ വേരിയബിൾ. അത് എക്സിലാണെങ്കിൽ ഡെൽറ്റ എക്സ് എന്ന് പറയും. പി എക്സിലാണെങ്കിൽ അതായത് എക്സ് കമ്പോണൻറ്റ് ഓഫ് ദ മൊമെൻറ്റം ആണെങ്കിൽ ഡെൽറ്റ പി എക്സ് എന്ന് പറയും. അപ്പോൾ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ പ്രോഡക്റ്റ് ഡെൽറ്റ എക്സും ഡെൽറ്റ പിൻ്റെയും പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് കട്ട്. എച്ച് കട്ട് എന്ന് പറയുന്നത് h/2π ആണ്. എച്ച് എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പം ഈ പ്രിൻസിപ്പിളിനെയാണ് നമ്മൾ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. വി കനോട്ട് മെഷർ ദ പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഓഫ് എ പാർട്ടിക്കിൾ സൈമൾട്ടേനിയസ്ലി എന്നുള്ളതാണ് ഹൈസൻബർഗ് പ്രിൻസിപ്പിൾ പറയുന്നത്. പിന്നെ മാത്തമാറ്റിക്കലി നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി എക്സ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് കട്ട്, വേർ എച്ച് കട്ട് ഈസ് ഈക്വൽ ടു h/2π. ഇനി ഇത് കനോണിക്കൽ കോൺജുഗേറ്റ്സ് ആയിട്ടുള്ള വേരിയബിൾസിനെല്ലാം ആപ്ലിക്കബിളാണ്. അതായത് കനോണിക്കൽ കോൺജുഗേറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത് മുമ്പ് നേരത്തെ പറഞ്ഞ പോലെ പൊസിഷനും മൊമെൻറ്റവും നമുക്ക് സൈമൾട്ടേനിയസ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റിയിട്ടില്ല, ഒരു പാർട്ടിക്കിളിൻ്റെ പറ്റത്തില്ല എന്ന് പറഞ്ഞ പോലെ പല ക്വാണ്ടിറ്റി ഉണ്ട് അങ്ങനെ ഒരേപോലെ സൈമൾട്ടേനിയസ് ആയിട്ട് മെഷർ ചെയ്യാൻ മേലാത്തത്. അതിന് എക്സാമ്പിളാണ് എനർജിയും ടൈമും. ഒരു പാർട്ടിക്കിളിൻ്റെ എനർജിയും അതിൻ്റെ ടൈമും സൈമൾട്ടേനിയസ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ ആംഗിൾ തീറ്റ പൊസിഷൻ നമ്മൾ തീറ്റ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യണം. അതിൻ്റെ മൊമെൻറ്റത്തിനെ നമ്മൾ ആംഗുലർ മൊമെൻറ്റം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ തീറ്റയും എല്ല് കൂടെയുള്ള ആ കോമ്പിനേഷൻ ഇതെല്ലാം ആണ് കനോണിക്കൽ കോൺജുഗേറ്റ് പെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പെയർസിനെല്ലാം തന്നെ ഹൈസൻബർഗ് പ്രിൻസിപ്പിൾ ആപ്ലിക്കബിൾ. ഇപ്പോൾ നമുക്ക് പറയാം ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ ടി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് കട്ട്, ഡെൽറ്റ വൈ ഡെൽറ്റ പി വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് കട്ട്, ഡെൽറ്റ ഇസഡ് ഡെൽറ്റ പി ഇസഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് കട്ട്, ഡെൽറ്റ തീറ്റ ഡെൽറ്റ എൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് കട്ട് എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഡെൽറ്റ ഇ എന്ന് പറയുന്നത് സ്പ്രെഡ് ഓഫ് എനർജി ലെവലാണെന്ന് നമുക്ക് പറയാം. എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു ഷാർപ്പ് ഡിസ്ക്രീറ്റ് വാല്യൂ അല്ല, ഇതിനൊരു സ്പ്രെഡുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിന് ഡെൽറ്റ ഇ എന്ന് പറയുന്നത് സ്പ്രെഡ് ഓഫ് ദ എനർജി ലെവൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഡെൽറ്റ ടി എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ടൈമിലല്ല ഒരു പാർട്ടിക്കിൾ ഒരിടത്ത് ഇരിക്കുന്നത്, അതിനൊരു ലൈഫ് ടൈം ഉണ്ട്. അപ്പോൾ ഡെൽറ്റ ടി എന്ന് പറയുന്ന ആ പാർട്ടിക്കിളിൻ്റെ ആ പർട്ടിക്കുലർ ലെവലിലുള്ള ലൈഫ് ടൈമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് ഒരു ക്വാണ്ടം മെക്കാനിക്കൽ ഫാക്റ്റാണെന്ന് നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാവും. അപ്പോൾ ഹൈസൻബർഗ് പ്രിൻസിപ്പിളിൽ പറയുന്ന ജനറലായിട്ട് നമുക്ക് ഇങ്ങനെ two canonically conjugate variables cannot be measured simultaneously with 100% accuracy. അതിനെയാണ് നമ്മുടെ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതുപോലെ ഈ ലിമിറ്റേഷൻ മെഷർമെൻറ്റിൽ ഉണ്ടാകുന്ന ഈ ലിമിറ്റേഷൻ ഒരിക്കലും
എക്സ്പെരിമെൻ്റൽ എറർ കൊണ്ട് ഉണ്ടാവുന്നതല്ല. നമ്മൾ വെർനിയർ കാലിപ്പേഴ്സും സ്ക്രൂ ഗേജും ഒക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം പലയിടത്തും വെച്ച് ചെയ്യുന്ന ഉടനെ പല വാല്യൂസ് ഒരു ചെറിയ വേരിയേഷൻ വരും. അതെന്ന് പറഞ്ഞാൽ എക്സ്പെരിമെൻ്റൽ എററാണ്. പക്ഷെ അങ്ങനെയല്ല പറയുന്നത്. ഒരേ പൊസിഷനിൽ ഇരിക്കുന്ന സാധനം തന്നെ നമ്മൾ 2 മെഷർമെൻ്റ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന എററാണ്. അതുകൊണ്ട് ദിസ് ഇസ് നോട്ട് എ ലിമിറ്റേഷൻ ഓഫ് മെഷർമെൻറ്റ് ബൈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഹാവ് നോ കണക്ഷൻ വിത്ത് എക്സ്പെരിമെൻ്റൽ എറേഴ്സ് ഡ്യൂറിങ് ദ മെഷർമെൻറ്റ്. അപ്പോൾ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ സെൻട്രലായിട്ടുള്ള ഫീച്ചർ, ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഇനി നമുക്ക് ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. അതെന്ന് പറയുന്നത് ഒരു പാർട്ടിക്കിളിൻ്റെ ഒരു ഒബ്ജക്റ്റിൻ്റെ പാർട്ടിക്കിൾ ലൈക്ക് ബിഹേവിയറും വേവ് ലൈക്ക് ബിഹേവിയറും മനസ്സിലാക്കാൻ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷനാണ് ഷ്രോഡിംഗർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഷ്രോഡിംഗർ ടൈം ഡിപ്പെൻഡൻറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് അത് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളുമായിട്ട് കൺസിസ്റ്റൻറ്റും ആയിരിക്കണം, അതുമായിട്ട് എഗ്രിബിളായിട്ട് ഇരിക്കണം. ഇതാണ് ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്കിത് ഇനി ഒരു കാര്യം പറയാനുള്ളത്, ഇങ്ങനെ നമ്മൾ ഷ്രോഡിംഗർ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുമ്പം നമ്മൾ ഈ ഒബ്ജക്റ്റിനെ നമ്മൾ എടുക്കുന്ന ഏതാണോ ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റ് ഒരു ഇലക്ട്രോൺ ആയിരിക്കാം, പ്രോട്ടോൺ ആയിരിക്കാം, ന്യൂട്രോൺ ആയിരിക്കാം, അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ ഉപയോഗിച്ചാണ്. ലെറ്റ് ഇറ്റ് ബി സൈ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് ലെറ്ററാണ് സൈ, കണ്ടോ? അപ്പോൾ സൈ ആയിട്ടാണ് നമ്മളതിനെ ഒബ്ജക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ആ സൈയുടെ വാല്യൂ മാഗ്നിറ്റ്യൂഡ് സൈയുടെ മോഡുലസ് കൂടുതലാണെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് ദാറ്റ് ഇവൻറ്റ് ഓർ എ ഒബ്ജക്റ്റ് ഈസ് മോർ എന്നർത്ഥം. അതായത് മോഡുലസ് ഓഫ് സൈ സ്ക്വയർ ആണ് പ്രോബബിലിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത്. അതുപോലെ മാഗ്നിറ്റ്യൂഡ് കുറവാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഈസ് സ്മോൾ എന്നാണ് അർത്ഥം. അപ്പം ഈ ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു സിസ്റ്റത്തിനെ ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ അത് എന്ന് പറഞ്ഞാൽ ടൈമിനനുസരിച്ച് അതെങ്ങനെ മാറുന്നു എന്നത് പഠിക്കണമെങ്കിൽ സൈയുടെ ഇവല്യൂഷൻ വിത്ത് ടൈം, സൈ എങ്ങനെയാണ് ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്നതെന്നുള്ളത് പഠിക്കണം. അതാണ് ഷ്രോഡിംഗർ വേവ് ഇക്വേഷനിൽ നമ്മൾ ചെയ്യുന്നത്. നമുക്കറിയാം ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിക്കിളിന് വ്യത്യാസം വരണമെങ്കിൽ അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എക്സ്റ്റേണൽ ഫോഴ്സ്. അതാണ് ന്യൂട്ടൺസ് ഇക്വേഷൻ ഓഫ് മോഷൻ പറയുന്നത്. ക്വാണ്ടം തിയറിയിൽ ദ ഡെവലപ്മെൻറ്റ് ഓഫ് വേവ് ഫങ്ഷൻ വിത്ത് ടൈം ഈസ് ഗിവൺ ബൈ ഷ്രോഡിംഗർ ഇക്വേഷൻ. അപ്പോൾ ന്യൂട്ടൺസ് ഇക്വേഷൻ ഓഫ് മോഷനാണ് ക്ലാസിക്കൽ മെക്കാനിക്സിൽ എങ്ങനെയാണ് ഒരു പാർട്ടിക്കിൾ മൂവ്സ് ഡിഫറെൻ്റ്ലി എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നെങ്കിൽ ഷ്രോഡിംഗർ ഇക്വേഷനാണ് ക്വാണ്ടം തിയറിയിൽ ഒരു വേവ് ഫങ്ഷൻ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്നുള്ളത് സ്റ്റഡി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ എർവിൻ ഷ്രോഡിംഗർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഈ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തത്. അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടി. 1933 നോബൽ സമ്മാനം കിട്ടി. അത് PAM ഡിറാക്ക് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനുമായിട്ട് ഷെയർ ചെയ്താണ് നോബൽ സമ്മാനം കിട്ടിയത്. അദ്ദേഹത്തിന് കിട്ടിയത് ന്യൂ പ്രൊഡക്റ്റീവ് ഫോം ഓഫ് അറ്റോമിക് തിയറി കണ്ടുപിടിച്ചതിനാണ് കിട്ടിയത്. പിന്നെ ഒരു കാര്യം ഓർക്കാനുള്ളത്, ഈ ഇക്വേഷൻ അതായത് ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു ഡെറിവേഷനോ നമ്മൾ ന്യൂട്ടൺസ് ഇക്വേഷനകത്ത് നമ്മൾ ഡിറൈവ് ചെയ്താണ് കിട്ടുക, അങ്ങനെ ഒരു ഡെറിവേഷൻ അല്ല. അതുപോലെ തന്നെ അതൊരു അസംഷനും ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇത് ഈ ഷ്രോഡിംഗർ ഇക്വേഷൻ എന്ന് പറയുന്നത് വാലിഡ് ആവുന്നത് എങ്ങനെയാണ്? എക്സ്പെരിമെൻ്റൽ വെരിഫിക്കേഷൻ ഓഫ് ദ റിസൾട്ട് ഒബ്റ്റെയിൻഡ് ഫ്രം ഇറ്റ്. എക്സ്പെരിമെൻ്റൽ റിസൾട്ടുമായിട്ട് ഇത് മാച്ച് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ വാലിഡിറ്റി നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു ഫ്രീ പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യാം. ഫ്രീ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഇസ് ഫ്രീ ഫ്രം എനി പൊട്ടൻഷ്യൽ, ഫ്രീ ഫ്രം എനി എക്സ്റ്റേണൽ ഫോഴ്സ് എന്നാണ് അർത്ഥം. അപ്പം ക്ലാസിക്കലി നമ്മൾ പറയുവാണെങ്കിൽ പാർട്ടിക്കിൾ മൂവിങ് വിത്ത് എ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ഓർ അറ്റ് കംപ്ലീറ്റ് റെസ്റ്റ്, അങ്ങനെയുള്ള പാർട്ടിക്കിളിനെയാണ് നമ്മൾ ഒരു ഫ്രീ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫ്രീ പാർട്ടിക്കിളിൻ്റെ മാസ് എന്ന് പറയുന്നത് m ആയിട്ട് എടുക്കാം, വെലോസിറ്റി എന്ന് പറയുന്നത് v ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഡി ബ്രോഗ്ലീസ് ഹൈപ്പോത്തസിസ് അനുസരിച്ച് എല്ലാ പാർട്ടിക്കിളിലുമായിട്ട് അസോസിയേറ്റ് ചെയ്തൊരു വേവ് ഉണ്ട്. ആ വേവിൻ്റെ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ലാംഡ ഇസ് ഈക്വൽ ടു h/px എന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ലാംഡ ഇസ് ഈക്വൽ ടു h/px എന്ന് എഴുതാം. px എന്ന് പറയുന്നത് m × vx ആണ്. അപ്പോൾ h/mvx എന്ന് നമുക്ക് എഴുതാൻ പറ്റും. വേർ px ഇസ് ദ
എക്സ് കമ്പോണൻറ്റ് ഓഫ് ദ മൊമെൻറ്റം. ഇനി നമുക്ക് ഈ അതിനോട് ഈ ഒരു ഒബ്ജക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തേക്കുന്ന ഫങ്ഷൻ എന്ന് പറയുന്ന സൈ എന്ന് പറയുന്നത് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ആയതുകൊണ്ട് തന്നെ അതിന് ഒരു പ്ലെയിൻ വേവ് ആണെന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് സൈ ഇസ് ഈക്വൽ ടു എ ഇ റേസ് ടു ഐ ഒമേഗ ഇൻറ്റു ടി മൈനസ് എക്സ് ബൈ വി എക്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ടൈമും പൊസിഷനും അനുസരിച്ചുള്ള ഒരു സൊല്യൂഷൻ ആയിരിക്കും അതിന് കിട്ടുന്നത്. അപ്പോൾ സൈ ഇസ് ഈക്വൽ ടു എ ഇ റേസ് ടു ഐ ഒമേഗ ഇൻറ്റു ടി മൈനസ് എക്സ് ബൈ വി എക്സ് എന്നായിരിക്കും അത് പ്ലെയിൻ വേവിൻ്റെ ഇക്വേഷൻ. ഇനി ഈ ഇക്വേഷൻ നമ്മൾ കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ വേവ് ലൈക്ക് ബിഹേവിയർ കൺസിഡർ ചെയ്തു. ഇപ്പോൾ വേവായിട്ട് ഒബ്ജക്റ്റിനെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ എനർജി എന്ന് പറയുന്നത് ക്വാണ്ടൈസ്ഡ് ആണ്. സോ ഇ ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ നമുക്ക് എഴുതാം. എച്ച് ന്യൂ എന്ന് പറയുമ്പോൾ അതിനെ എച്ച് കട്ടാക്കണമെങ്കിൽ ഇവിടെ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ എപ്പോഴും എച്ച് അല്ല എടുക്കുന്നത്, എച്ച് കട്ടാണ് എടുക്കുന്നത്. അപ്പോൾ എച്ച് കട്ടാക്കണമെങ്കിലോ അപ്പോൾ എച്ച് എന്ന് പറയുന്നത് എന്താ എഴുതാം, 2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്താൽ 2π എച്ച് ഡിവൈഡഡ് ബൈ എച്ച് എന്ന് പറയും. അപ്പോൾ നമുക്ക് എച്ച് ബൈ 2π എന്ന് പറയുന്ന എച്ച് കട്ട് കൊടുക്കുകയാണെങ്കിൽ 2π എച്ച് കട്ട് എന്ന് കൊടുക്കാം. അപ്പം ഇ ഇസ് ഈക്വൽ ടു 2π എച്ച് കട്ട് ന്യൂ എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ 2π ന്യൂ എന്ന് പറയുന്നത് ഒമേഗ ആണെന്ന് നമുക്കറിയാം. അപ്പം ഇ ഇസ് ഈക്വൽ ടു എച്ച് കട്ട് ഒമേഗ എന്നാണ് പുതിയതായിട്ട് എനർജി ക്വാണ്ടം തിയറി നമ്മൾ എഴുതാൻ പോകുന്നത്. എച്ച് ന്യൂവിന് പകരം എച്ച് കട്ട് ഒമേഗ എന്ന് എഴുതും. അതുപോലെ തന്നെ 2π ന്യൂ എന്ന് പറയുന്നത് ഒമേഗ എന്ന് പറഞ്ഞു. ആ ഒമേഗയ്ക്ക് നമ്മൾ വി എക്സ് ബൈ ലാംഡ അല്ലേ, വെലോസിറ്റി ബൈ വേവ് ലെങ്ത് എന്ന് പറയുന്നതാണ് ഫ്രീക്വൻസി. അപ്പോൾ നമുക്ക് എഴുതാം 2π ന്യൂവിന് പകരം വി എക്സ് ബൈ ലാംഡ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും കൂടെ നമ്മൾ നേരത്തെ നമ്മൾ പ്ലെയിൻ വേവിൻ്റെ ഇക്വേഷനകത്തോട്ട്, അതായത് സൈ ഇസ് ഈക്വൽ ടു എ ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ഇൻറ്റു ടി മൈനസ് എക്സ് ബൈ വി എക്സിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പേ ഒമേഗയെ നമ്മൾ ഇക്വേഷൻ്റെ അകത്തോട്ട് കയറ്റി. അപ്പം എ ഇ റേസ് ടു മൈനസ് ഐ ഇൻറ്റു ഒമേഗ ടി മൈനസ് ഒമേഗ എക്സ് ബൈ വി എക്സ് എന്ന് കിട്ടി. ഇനി ആദ്യത്തെ ഒമേഗയ്ക്കകത്ത് നമ്മൾ ഇ ബൈ എച്ച് കട്ട് ഒമേഗ ഇ ഇസ് ഈക്വൽ ടു എച്ച് കട്ട് ഒമേഗ എന്ന് കിട്ടിയില്ലേ, അതിനകത്ത് നമുക്ക് ഒമേഗ എന്ന് പറയുന്നത് ഇ ബൈ എച്ച് കട്ട് എന്ന് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ ടേം എക്സ്പോണൻഷ്യലിൻ്റെ പവറിലെ ആദ്യത്തെ ഒമേഗയ്ക്ക് നമ്മൾ ഇ ബൈ എച്ച് കട്ട് എന്ന് കൊടുത്തു. അതുപോലെ നമ്മൾ രണ്ടാമത്തെ രണ്ടാമത്തെ ടേമിലെ ഒമേഗയ്ക്ക് 2π വി എക്സ് ബൈ ലാംഡ എന്നല്ലേ ഒമേഗയ്ക്ക് കിട്ടിയത്, അതിട്ട് കൊടുത്തു. അപ്പോൾ അത് രണ്ടും കൂടെ ഇട്ട് കൊടുത്ത ഇക്വേഷനാണ് അടുത്ത് എഴുതിയേക്കുന്നത്. സൈ ഇസ് ഈക്വൽ ടു എ ഇ റേസ് ടു മൈനസ് ഐ ഇൻറ്റു ഇ ബൈ എച്ച് കട്ട് ടി മൈനസ് 2π വി എക്സ് ബൈ ലാംഡ ഇൻറ്റു എക്സ് ബൈ വി എക്സ് എന്ന് കൊടുത്തു. അപ്പോൾ വി എക്സും ക്യാൻസലായിപ്പോയി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ രണ്ടാമത്തെ ടേം എക്സ്പോണൻഷ്യൽ പവറിൻ്റെ രണ്ടാമത്തെ, അതായത് 2π ബൈ ലാംഡ എക്സ് എന്ന് കിട്ടിയില്ലേ, അതിനകത്ത് നമ്മൾ എച്ചും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമുക്ക് എന്നാ കിട്ടി? അപ്പം ആ ഇക്വേഷനെ നമുക്ക് ഇങ്ങനെ എഴുതാം. സൈ ഇസ് ഈക്വൽ ടു എ ഇ റേസ് ടു മൈനസ് ഐ ഇൻറ്റു ഇ ബൈ എച്ച് കട്ട് ടി മൈനസ്, ഇവിടെയാണ് നമ്മളത് ചെയ്തത്, 2π ബൈ എച്ച് ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ ലാംഡ എന്ന് കിട്ടി. അപ്പോൾ 2π ബൈ ലാംഡ എന്ന് ഇതിനകത്തുനിന്ന് നമുക്ക് 2π എച്ച് ബൈ ലാംഡയെ നമുക്ക് പി എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പം ആ ഇക്വേഷനകത്ത് എച്ച് ഡിവൈഡഡ് ബൈ ലാംഡ എന്നൊരു ടേം കിടപ്പുണ്ട്, കണ്ടോ, 2π ബൈ എച്ച് കട്ട് ഇൻറ്റു എച്ച് ബൈ ലാംഡ, അതിന് നമ്മൾ കെ എക്സ് എന്ന് കൊടുത്തു. അപ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 2π ബൈ എച്ച് എന്ന് ഒരു ടേം കിടപ്പുണ്ട്, അതിന് നമുക്ക് എച്ച് ബൈ 2π എന്ന് പറഞ്ഞാൽ എച്ച് കട്ടല്ലേ, അപ്പോൾ അതിൻ്റെ ഡിനോമിനേറ്ററിലൊരു എച്ച് കട്ടും വരും. അപ്പം ഈ ഇക്വേഷനകത്ത് നമുക്ക് എച്ച് കട്ടിനെ 1 ബൈ എച്ച് കട്ടിനെ വെളിയിലോട്ട് എടുക്കാം. അതുപോലെ എച്ച് ബൈ ലാംഡയ്ക്ക് നമുക്ക് പി എക്സും കൊടുക്കാം. അപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ എ ഇ റേസ് ടു മൈനസ് ഐ ഇൻറ്റു ഇ ടി മൈനസ് പി എക്സ് സ്ക്വയർ എന്ന് കിട്ടും. കാരണം എ ഇ റേസ് ടു മൈനസ് ഐ ബൈ എച്ച് കട്ട് ഇൻറ്റു ഇ ടി മൈനസ് പി എക്സ് ഇൻറ്റു എക്സ് എന്ന് കിട്ടും. മനസ്സിലായോ? ആ എച്ച് കട്ടും നമ്മൾ കോമൺ ആയിട്ട് വെളിയിലോട്ട് എടുത്തു. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ കിട്ടി. അപ്പം
ഇപ്പോൾ ഇക്വേഷൻ ഒന്നുകൂടെ വൃത്തിയായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. psi is equal to a e raised to minus I by h cut into e t minus px into x. ഇനി ഇവിടെ കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇക്ക് നമ്മൾ എച്ച് കട്ട് ഒമേഗ എന്ന് കൊടുക്കുക, പി എക്സിന് പകരം എച്ച് ബൈ ലാംഡ എന്ന് കൊടുക്കുക. എച്ച് ബൈ ലാംഡയ്ക്കകത്ത് നമ്മൾ ആ ഇക്വേഷനകത്ത് നമ്മൾ 2π മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുവാണെങ്കിൽ എച്ച് 2π ബൈ 2π ലാംഡ എന്ന് കിട്ടും. അപ്പോൾ നമുക്കറിയാം 2π ബൈ ലാംഡ എന്ന് പറഞ്ഞാൽ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ്, വേവിൻ്റെ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് എന്ന് വിളിക്കാം. അതിനെ കെ എക്സ് എന്ന് നമുക്ക് കൊടുക്കാം. അപ്പം എച്ച് ബൈ 2π എന്ന് പറയുന്നത് എച്ച് കട്ടുമാണ്. അപ്പോൾ അത് രണ്ടും കൂടി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പി എക്സ് എന്ന് പറയുന്നത് എച്ച് കട്ട് കെ എക്സ് എന്ന് കിട്ടും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളോട് നമ്മൾ മുകളിലത്തെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്നാ കിട്ടും? ഐ ഇസ് ഈക്വൽ ടു എ ഇ റേസ് ടു മൈനസ് ഐ ഇൻറ്റു അല്ലേ, എച്ച് കട്ട് നമ്മൾ അകത്തോട്ട് എടുത്തപ്പോൾ ഒമേഗ ടി മൈനസ് കെ എക്സ് ഇൻറ്റു എക്സ് എന്ന് കിട്ടി. കെ എക്സ് എന്ന് പറയുന്നത് എന്താ? എച്ച് കട്ട്, അതിനകത്തു നിന്നാണ് കെ പി എക്സ് ബൈ എച്ച് കട്ടാണ് കെ എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഉണ്ടല്ലോ ഈ എച്ച് കട്ടിനെയും കൂടി നമ്മൾ ബ്രാക്കറ്റിന് ഉള്ളിൽ കയറ്റിയപ്പോൾ എന്നാ കിട്ടി? പി എക്സ് ബൈ എച്ച് കട്ടെന്ന് കിട്ടിയില്ലേ? അപ്പോൾ അതിനെ നമ്മൾ കെ എക്സ് എന്ന് കൊടുത്തു. അപ്പം സിഗ്മ ഇസ് ഈക്വൽ ടു എ ഇ റേസ് ടു മൈനസ് ഐ ഇൻറ്റു ഒമേഗ ടി മൈനസ് കെ എക്സ് ഇൻറ്റു എക്സ് എന്ന് കിട്ടി. ഇനി നമ്മൾ എന്നാ ചെയ്തതെന്ന് ചോദിച്ചാൽ ഈ ഇക്വേഷനെ നമ്മൾ എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, 2 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഡോ സൈ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു എ ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി മൈനസ് കെ എക്സ് എക്സ് ഇൻറ്റു നമ്മുടെ ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റായിട്ട് വരുന്നത് മൈനസ് ഐ ഇൻറ്റു മൈനസ് ഐ കെ എക്സ് ആണ് വരുന്നത്. അപ്പം പ്ലസ് ഐ കെ എക്സ് വരും. അപ്പോൾ ഇൻറ്റു ഐ കെ എക്സ് കിട്ടി. അപ്പം ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എ ഇ റേസ് ടു ഐ ഒമേഗ ഇൻറ്റു ഐ ഇൻറ്റു ഒമേഗ ടി മൈനസ് കെ എക്സ് ഇൻറ്റു ഐ കെ എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഐ കെ എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഐ സ്ക്വയർ കെ എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആണെന്ന് നമുക്ക് അറിയാം. അപ്പോൾ ആ ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് എന്നാ കിട്ടും? ദ ഇക്വേഷൻ ഇസ് ഈക്വൽ ടു, അതുപോലെ തന്നെ നമ്മൾ കെ എക്സിന് എന്ന് പറഞ്ഞാൽ എന്താ? പി എക്സ് ബൈ എച്ച് കട്ടെന്ന് കൊടുക്കുക. അപ്പോൾ അതുകൂടെ നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് പി എക്സ് സ്ക്വയർ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് സൈ ആണ്, എ ഇ റേസ് ടു മൈനസ് ഐ ഇൻറ്റു ഒമേഗ ടി മൈനസ് കെ എക്സ് എന്ന് പറഞ്ഞാൽ സൈ തന്നെയാണ് അല്ലേ. അപ്പോൾ ആ സൈ ഇൻറ്റു -1 ഇൻറ്റു കെ എക്സ് സ്ക്വയറിന് പകരം പി എക്സ് സ്ക്വയർ ബൈ എച്ച് കട്ട് സ്ക്വയർ എന്ന് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് പി എക്സ് സ്ക്വയർ ബൈ എച്ച് കട്ട് സ്ക്വയർ സൈ എന്ന് കിട്ടും. അപ്പോൾ അതിനെ റീഅറേഞ്ച് ചെയ്യുവാണെങ്കിൽ പി എക്സ് സ്ക്വയർ സൈ ഇസ് ഈക്വൽ ടു മൈനസ് എച്ച് കട്ട് സ്ക്വയർ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് കിട്ടി. ഇനി നോക്കിക്കേ, നമ്മുടെ ആദ്യത്തെ ഇക്വേഷന് സൈ ഇസ് ഈക്വൽ ടു എ ഇ റേസ് ടു മൈനസ് ഐ ഇൻറ്റു ഒമേഗ ടി മൈനസ് കെ എക്സ് എക്സ് എന്നുള്ള ഇക്വേഷന് നമ്മൾ ടീയും കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ എന്നാ കിട്ടും? ഇവിടെ ടിയുടെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് മൈനസ് ഐ ഒമേഗയാണ്. അപ്പം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡോ സൈ ബൈ ഡോ ടി ഇസ് ഈക്വൽ ടു മൈനസ് ഐ ഒമേഗ എ ഇ റേസ് ടു മൈനസ് ഐ ഇൻറ്റു ഒമേഗ ടി മൈനസ് കെ എക്സ് എക്സ് എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് എ ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി മൈനസ് കെ എക്സ് ഇൻറ്റു എക്സിനെ നമുക്ക് സൈ എന്ന് കൊടുക്കാം. അപ്പോൾ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡോ സൈ ബൈ ഡോ ടി ഇസ് ഈക്വൽ ടു മൈനസ് ഐ ഇൻറ്റു ഒമേഗയ്ക്ക് പകരം ഇ ബൈ എച്ച് കട്ടെന്ന് കൊടുക്കാം ഇൻറ്റു സൈ എന്ന് കിട്ടും. അപ്പോൾ ആ ഇക്വേഷനെ കൂടെ നമ്മൾ റീഅറേഞ്ച് ചെയ്താൽ ഈ സൈ എന്ന് പറയുന്നത് മൈനസ് ഐ ഡോ സൈ ബൈ മൈനസ് ഐ എന്നുള്ളത് മൈനസ് എച്ച് കട്ട് ബൈ ഐ ഡോ സൈ ബൈ ഡോ ടി എന്ന് കിട്ടും. ഇനി ഐ താഴെയാണ് കിടക്കുന്നത്, അപ്പോൾ അതിനെ മുകളിലോട്ട് എടുക്കുമ്പോൾ മൈനസ് ഐ വരും. അപ്പോൾ ആ മൈനസും ഓൾറെഡി കിടക്കുന്ന മൈനസും കൂടെ ക്യാൻസലായി പോവും. അപ്പോൾ നമുക്ക് ഇ സൈ ഇസ് ഈക്വൽ ടു
പ്ലസ് ഐ എച്ച് കട്ട് ഡോ സൈ ബൈ ഡോ ടി എന്ന് എഴുതാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നോൺ റിലേറ്റിവിസ്റ്റിക് ക്ലാസിക്കൽ മെക്കാനിക്സ് വെച്ചിട്ട് ഇയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ പി സ്ക്വയർ ബൈ 2m എന്ന് നമ്മൾ നേരത്തെ ചെയ്തായിരുന്നു. ഇ ഈസ് ഈക്വൽ ടു പി എക്സ് സ്ക്വയർ ബൈ 2m എന്ന് കിട്ടി. അപ്പോൾ രണ്ട് വശവും ഇക്വേഷൻ്റെ രണ്ട് വശവും സൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ ഈ സൈ ഇസ് ഈക്വൽ ടു പി എക്സ് സ്ക്വയർ ബൈ 2m സൈ എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ ഇക്വേഷന് നമുക്കറിയാം ഈ സൈ എന്ന് പറയുന്നത് തൊട്ട് മുകളിലത്തെ ഇക്വേഷൻ നോക്കിക്കുക. ഇക്വേഷൻ നമ്പർ 12 എടുത്താൽ ഈ സൈക്ക് നമ്മൾക്കൊരു എക്സ്പ്രഷൻ കിട്ടി. എന്നാ ഐ എച്ച് കട്ട് ഡോ സൈ ബൈ ഡോ ടി. അപ്പോൾ അതിട്ട് കൊടുക്കാം. അപ്പോൾ ഐ എച്ച് കട്ട് ഡോ സൈ ബൈ ഡോ ടി ഇസ് ഈക്വൽ ടു പി എക്സ് സ്ക്വയർ ബൈ 2m ഇൻറ്റു സൈ എന്ന് കിട്ടി. അതുപോലെ നമുക്ക് നേരത്തെ കിട്ടിയായിരുന്നു പി എക്സ് സ്ക്വയർ സൈ എന്ന് പറയുന്നത് മൈനസ് എച്ച് കട്ട് സ്ക്വയർ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ആണെന്ന് കിട്ടി. അപ്പോൾ മുകളിലത്തെ ഇക്വേഷൻ നമ്പർ 15 നമുക്ക് പി എക്സ് സ്ക്വയർ സൈക്കുള്ള സബ്സ്റ്റിറ്റ്യൂഷനോട് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇക്വേഷൻ നമ്പർ 15 എന്ന് പറയുന്നത് ഐ എച്ച് കട്ട് ഡോ സൈ ബൈ ഡോ ടി ഇസ് ഈക്വൽ ടു മൈനസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m ഇൻറ്റു ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ആണെന്ന് കിട്ടി. ഇനി ഈ ഇക്വേഷൻ നമ്പർ 60 എന്ന് പറയുന്ന ഇക്വേഷനെയാണ് 1 ഡയമെൻഷണൽ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഫോർ എ ഫ്രീ പാർട്ടിക്കിൾ എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ 3 ഡയമെൻഷനിലോട്ട് ഇത് എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ എക്സിന് പകരം എക്സ് വൈ ഇസഡ് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ എക്സ് വൈ ഇസഡ് ചേരുന്ന കോർഡിനേറ്റിന് നമ്മളെ ആറെന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ നമ്മൾ നേരത്തെ പ്ലെയിൻ ഇക്വേഷന് ജനറലായിട്ട് പ്ലെയിൻ ഇക്വേഷൻ നമ്മൾ ജനറലൈസ് ചെയ്യണം. അപ്പം സൈ ഓഫ് എക്സ് വൈ ഇസഡ് ടി എന്ന് പറയുന്നത് എ റേസ് ടു മൈനസ് ഐ ബൈ എച്ച് കട്ട് ഇൻറ്റു ഇ ടി മൈനസ് പി എക്സ് എക്സ് മാത്രമേ ഉള്ളായിരുന്നു നേരത്തെ. അപ്പോൾ ഇവിടെ മൈനസ് പി വൈ വൈ മൈനസ് പി ഇസഡ് ഇസഡ് അതുകൂടെ ചേർക്കണം. അല്ലെങ്കിൽ എക്സ് വൈ ഇസഡ് നമുക്ക് ആറായിട്ട് എടുക്കുകയാണെങ്കിൽ സൈ ഓഫ് ആർ ടി ഈസ് ഈക്വൽ ടു എ ഇ റേസ് ടു മൈനസ് ഐ ബൈ എച്ച് കട്ട് ഇൻറ്റു ഇ ടി മൈനസ് പി ഡോട്ട് ആർ. എന്നാലേ അത് ശരിയാത്തുള്ളൂ. പി ഡോട്ട് ആർ എന്ന് പറയുന്നതാണ് പി എക്സ് എക്സ് പ്ലസ് പി വൈ വൈ പ്ലസ് പി ഇസഡ് ഇസഡ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം മൈനസ് കോമൺ ആയിട്ട് എടുത്തു. അതാണ് മുകളിലത്തെ ഇക്വേഷനെ നമ്മൾ ജനറലൈസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 17 കിട്ടി. ഇത്രയും വരെ മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ എടുത്തെഴുതി സൈ ഓഫ് ആർ ടി ഈസ് ഈക്വൽ ടു എ റേസ് ടു മൈനസ് ഐ ബൈ എച്ച് കട്ട് ഇൻറ്റു ഇ ടി മൈനസ് പി ഡോട്ട് ആർ അല്ലേ. അപ്പോൾ ഷ്രോഡിഞ്ചർ ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് നമ്മൾ പ്ലെയിൻ വേവിൻ്റെ ഇക്വേഷനാണ് പറഞ്ഞത്, സൊല്യൂഷനാണ് പറഞ്ഞത്. ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഫോർ ഫ്രീ പാർട്ടിക്കിൾ ഇൻ 3 ഡയമെൻഷൻ ക്യാൻ ബി റിട്ടൺ ആസ് ഐ എച്ച് കട്ട് ഡോ സൈ ആർ ഓഫ് ടി ബൈ ഡോ ടി ഇസ് ഈക്വൽ ടു മൈനസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m ഇൻറ്റു ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ ഇസഡ് സ്ക്വയർ ഓഫ് സൈ ഓഫ് ആർ ടി എന്ന് എഴുതാം. അപ്പം നമുക്കറിയാം ഈ ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ ഇസഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡെൽ സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷനാണെന്നറിയാം. അപ്പോൾ നമുക്ക് ആ ഇക്വേഷനെ ഐ എച്ച് കട്ട് ഡോ സൈ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു മൈനസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m ഡെൽ സ്ക്വയർ സൈ ഓഫ് ആർ ടി എന്ന് എഴുതാം. അത് ഇക്വേഷന് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ കിട്ടിയ നമ്മൾ എക്സിന് മാത്രം എടുത്ത ജനറൽ ഇക്വേഷൻ ഉണ്ടല്ലോ, അത് ഞാൻ താഴെ എഴുതിയിട്ടുണ്ട്. അതിനെ ഒന്ന് ജനറലൈസ് ചെയ്ത് എഴുതുക. അപ്പോൾ അവിടെ എക്സ് ഉള്ളിടത്തെല്ലാം എക്സും വൈ ഇസഡിൻ്റെയും കൂടെ കമ്പോണൻറ്റ് ചേർത്ത് നമ്മൾ ഒരു എക്സ്പ്രഷനിൽ എത്തിയതാണ്. ഇതാണ് ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഫോർ എ ഫ്രീ പാർട്ടിക്കിൾ ഇൻ 3 ഡയമെൻഷൻ എന്ന് പറയണം.